ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ യെല്ലോ ഫ്ലവേഴ്സിൽ ഗോൾഡൻ ബീഡ്സ് എല്ലാം വന്നിട്ടുള്ള ഒരു ഹെയർ ബ്രൂച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ചെയ്തതിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഹെയർ ബ്രൂച്ചാണ് കേട്ടോ. എത്ര അറിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഹെവി ഹെയർ ബ്രൂച്ചാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ ബ്രൂച്ചിൻ്റെ പ്രത്യേകത വന്നിട്ട് വലിയവർക്കും കൊച്ചു പിള്ളേർക്കും ഒരുപോലെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈനിൻ്റെ ഒരു പ്രത്യേകത വന്നിട്ട് നമ്മളുടെ ഫ്ലവേഴ്സും ബീഡ്സ് എല്ലാം ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്ന ഒരു ഡിസൈനാണ്. മുന്തിരിക്കൊല പോലെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്ന ഡിസൈനാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്, ഒരു വെറൈറ്റി ഡിസൈനാണ്. അപ്പോൾ നമുക്കിതിന് എന്തൊക്കെ മെറ്റീരിയൽസാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്കിതിനായിട്ട് വേണ്ടത് 2 ടൈപ്പ് ഗിയർ വയറാണ്. അതും ഗോൾഡൻ കളറാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഒന്ന് 3mm ഒന്ന് 4mm ആണ് സൈസ് വന്നിട്ട്. അപ്പോൾ ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് 2 സൈസും വേണം. ചിലർ എൻ്റെ അടുത്തുനിന്ന് 3mm മാത്രമേ വാങ്ങാറുള്ളൂ, അതുപോരാ 2 സൈസിലും വേണം കേട്ടോ. പിന്നെ വേണ്ടത് ഇതുപോലെയുള്ള ഗോൾഡൻ കളറിലുള്ള ബീഡ്സ് ആണ്. അത്യാവശ്യം സൈസ് വേണം കേട്ടോ, വലിയ സൈസ് ആണെങ്കിലും കുഴപ്പമില്ല. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ബീഡ്സ് ആണ് കേട്ടോ. അപ്പോൾ ബ്രൂച്ചിൻ്റെ ഏറ്റവും ഭംഗി കുഞ്ഞു കുഞ്ഞു ആയിട്ടുള്ള ബീഡ്സുകളാണ്. വലിയ ബീഡ്സിനേക്കാളും കുറച്ചും കൂടെ ഭംഗി കുഞ്ഞു കുഞ്ഞു ബീഡ്സ് ആണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫ്ലവേഴ്സ് ആണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ഫ്ലവർ യെല്ലോ കളറിലാണ് വരുന്നത് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇതൊരു പാക്കറ്റിന് 20 രൂപയാണ്. നമ്മൾ ഈ ഒരു ഫ്ലവേഴ്സും മെറ്റീരിയൽസ് എല്ലാം ഗിയർ വയറും അതുപോലെ ഈ ഒരു ഗോൾഡൻ കളറിലുള്ള ബീഡ്സ് എല്ലാം നമ്മൾ സെയിലുണ്ട്. അപ്പോൾ എല്ലാത്തിനും 20 രൂപയാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസ് കുറേ പേര് എൻ്റെ അടുത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അറിയില്ല ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് വർക്ക് തുടങ്ങാം. അതിനായിട്ട് നമ്മൾ 3mm ഗിയർ വയറാണ് എടുക്കുന്നത്. അത് അത്യാവശ്യം ലെങ്ത്തിലെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു കമ്പിയിൽ ഫസ്റ്റ് ഈ ഒരു റൗണ്ട് ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലവർ കോർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ആ ഒരു കുഞ്ഞു റൗണ്ട് ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു അറ്റം ഫ്ലവറിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കോർത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് താഴെയുള്ള കമ്പിയിൽ വീണ്ടും ആ ഒരു റൗണ്ട് ബീഡ് കോർത്ത് കൊടുക്കുക, ഫ്ലവർ ബീഡ് കോർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ആ ഒരു കുഞ്ഞു റൗണ്ട് ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു കമ്പി ആ ഒരു ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ പിരിച്ചു കൊടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ വേണം കേട്ടോ പിരിച്ചു കൊടുക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കമ്പിയിൽ വീണ്ടും ഒരു റൗണ്ട് ബീഡ്, അതിൻ്റെ മുകളിൽ ഫ്ലവർ ബീഡ്, അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒരു റൗണ്ട് ബീഡ് കോർത്തതിന് ശേഷം ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്ത് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ ബാലൻസ് വരുന്ന 2 കമ്പി ഇങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് ചെറുതായിട്ട് ടെസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെ വീണ്ടും ഒരു ഫ്ലവറും കൂടെ നമ്മൾ കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പാർട്ടിൽ 4 ഫ്ലവേഴ്സാണ് വരുന്നത്. അപ്പോൾ 4 ഫ്ലവേഴ്സും അല്ലെങ്കിൽ 3 വെച്ചിട്ട് ചെയ്യാം. ഞാനിവിടെ 4 എടുത്തിട്ടുള്ളത്. അപ്പോൾ ദേ 4 ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള പാർട്ടും റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് ആ ലാസ്റ്റ് കാണുന്ന 2 കമ്പി ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ബാലൻസ് വരുന്ന ആ ഒരു കമ്പി കട്ട് ചെയ്ത് മാറ്റാണ്. അപ്പോൾ ദേ നമ്മളുടെ ഫ്ലവർ ബീഡ് വെച്ചിട്ടുള്ള പാർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാർട്ടിൻ്റെ പോലെ കുറച്ചധികം നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ബ്രൂച്ചിൻ്റെ ലെങ്ത്ത് എങ്ങനെയാണോ അതിനനുസരിച്ച് ഈ ഒരു പാർട്ടുകളുടെ എണ്ണം കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇനി അടുത്തതായിട്ട് ഈ ഒരു കുഞ്ഞു ബീഡ്സ് വെച്ചിട്ടുള്ള പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് 4 ബീഡ്സ് ഇതുപോലെ വരിയായിട്ട് കോർത്തതിന് ശേഷം അതിങ്ങനെ നന്നായിട്ട് പിരിച്ചു കൊടുക്കുക. ഇനി ആ ബാലൻസ് വരുന്ന കമ്പിയിൽ വീണ്ടും ഒരു 4 ബീഡ്സ് വരിയായിട്ട് കോർത്തതിന് ശേഷം അതും നന്നായിട്ട് പിരിച്ചു കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കമ്പിയിൽ വീണ്ടും ഒരു 4 ബീഡ് കോർത്തതിന് ശേഷം അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. ഇനി ആ താഴെ കാണുന്ന 2 കമ്പി ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് താഴെയുള്ള കമ്പിയിൽ ഒരു 4 ബീഡ് കോർത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ഒരു സൈഡിൽ 2 ഓപ്പോസിറ്റ് സൈഡിൽ 2 വരുന്ന രീതിയിലാണ് ഈ ഒരു പാർട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി താഴെ കാണുന്ന ആ ഒരു 2 കമ്പി ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ നമ്മളുടെ ഗോൾഡൻ ബീഡ് വെച്ചിട്ടുള്ള പാർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് പോണത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ 4mm ഗിയർ വയറാണ് എടുത്തിട്ടുള്ളത്. അത് നല്ല ലെങ്ത്തിലെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ അറ്റം ഇതുപോലെ വളച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്.
അപ്പോൾ നമുക്ക് ഈ കാണുന്ന ഓരോ പാർട്ടുകളും വരി വരിയായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഗോൾഡൻ ബീഡാണ് കോർത്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഈ ഒരു ഫ്ലവർ ബീഡ് വെച്ച് കൊടുക്കുകയാണ്. താഴോട്ട് ഇങ്ങനെ തൂക്കിയിട്ട രീതിയിലാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ആ ഒരു റൗണ്ട് ബീഡ് കോർത്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ആ ഒരു ബീഡിൻ്റെ തൊട്ടടുത്തായിട്ട് ആ ഒരു ഗോൾഡൻ ബീഡിൻ്റെ പാർട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. അപ്പോൾ പിരിച്ചു കൊടുക്കുമ്പോൾ നല്ല വൃത്തിയിൽ അങ്ങ് പിരിച്ചു കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഗോൾഡൻ ബീഡ് കോർത്ത് കൊടുക്കുക. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഫ്ലവർ ബീഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഗോൾഡൻ ബീഡ്. അപ്പോൾ ഏത് പാർട്ട് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഗോൾഡൻ ബീഡ് കോർത്ത് കൊടുക്കുക. കണ്ടില്ലേ? അപ്പോൾ ആ ഒരു ഗോൾഡൻ ബീഡ് കോർത്ത് കൊടുക്കുമ്പോൾ ആ ഒരു കമ്പി ഇങ്ങനെ ഹൈഡായിട്ടിരിക്കും. ആ പിരിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു സ്പേസ് എല്ലാം ഇങ്ങനെ ഹൈഡായിട്ടിരിക്കും. അപ്പോൾ ബ്രൂച്ച് കാണാനായിട്ടൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. ഇനി അടുത്തത് ആ ഒരു ഗോൾഡൻ പാർട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലവർ ബീഡും അതുപോലെ ഈ ഒരു ഗോൾഡൻ പാർട്ടും ഇങ്ങനെ മാറി മാറി അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ ഈ കാണുന്ന മെറ്റീരിയൽസ് എല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓൺലൈനായിട്ടാണ് സെയിൽ ചെയ്യുന്നത്. ഫ്ലവേഴ്സും ബീഡ്സും അതുപോലെ ഗിയർ വയറായിട്ടും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ റേറ്റ് കുറച്ചാണ് കേട്ടോ കൊടുക്കുന്നത്. അത്ര അധികം റേറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ റേറ്റ് കുറച്ചാണ് കൊടുക്കുന്നത്. പിന്നെ ഫ്ലവേഴ്സ് വന്നിട്ട് ഇതിൻ്റെ തന്നെ ഒരുപാട് കളർ ചേഞ്ച് ഉണ്ട്. അതുപോലെ ബ്രൈഡലിന് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഓഫ് വൈറ്റിലും വരുന്ന ഫ്ലവേഴ്സ് അവൈലബിൾ ആണ്. 21 ഐറ്റം ഫ്ലവേഴ്സാണ് കേട്ടോ നമ്മളുടെ കയ്യിലുള്ളത്. അപ്പോൾ വാട്സപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അയക്കുന്നതായിരിക്കും. അപ്പോൾ ഇതേ നമ്മൾ എല്ലാ ഫ്ലവേഴ്സും ഇങ്ങനെ ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ആ ഒരു കമ്പി ഇങ്ങനെ വളച്ച് ഇതുപോലെ ചുറ്റി കൊടുക്കുക. ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുക. ഇനി ആ കൂർത്ത് നിൽക്കുന്ന ആ ഒരു പോർഷൻ ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ വളച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ നമ്മളുടെ ഹെയർ ബ്രൂച്ച് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. ഒരു വെറൈറ്റി ഡിസൈനിലാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. ഫ്ലവേഴ്സ് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മളുടെ തലയിൽ വെച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. കണ്ടില്ലേ? എനിക്ക് ഒത്തിരി ഇഷ്ടമായി ആ ഒരു കളർ കോമ്പിനേഷൻ. ഗോൾഡും യെല്ലോയും വന്നിട്ടുള്ളൊരു കോമ്പിനേഷൻ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ ഈ ഒരു മെറ്റീരിയൽസ് കിട്ടിയവരുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് ഇതെന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ലാത്തവരാണ്. അപ്പോൾ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ.